അപ്പോഴേ ദുബായിൽ വിസിറ്റിംഗ് എടുത്തു വന്നു കഴിഞ്ഞാൽ ജോലിക്ക് ചാൻസ് കൂടുതലാണോ? ഫ്രഷേഴ്സിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ? അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടേ കുറെ മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ളതാട്ടെ ഈ വീഡിയോ. അപ്പോ ജോലി കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാണ്ടല്ലോ, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 2-3 സ്ഥലത്ത് ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട്. അപ്പൊ ഇന്റർവ്യൂവിന് പോയ സ്ഥലങ്ങളിലൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് ദുബായിലത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കാരണം അവർക്ക് ദുബായിലത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് കൂടുതൽ ആവശ്യം. അപ്പൊ നമ്മുടെ നാട്ടിലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇൻ കേസ് നമുക്ക് ഇവിടെ അറിയണ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്നതായിരിക്കും ബെറ്റർ. പിന്നെ കണ്ടുപിടിച്ച് കിട്ടുന്നവരുണ്ട്, പക്ഷെ അതിന് ചാൻസ് ഭയങ്കര കുറവാ. നമ്മൾ കുറെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ഇവിടെ വന്നിട്ട്. അപ്പൊ അറിയണ ആൾക്കാർ വഴി വരാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ബെറ്റർ. ഇനി എന്തുകൊണ്ടാണെന്നറിയോ ഒരു ദുബായ് എക്സ്പീരിയൻസ് മസ്റ്റ് ആണെന്ന് പറയണേ? കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ മൊത്തത്തിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഞാൻ കിച്ചണിൽ പുതിയതായിട്ട് ഇവിടെ വന്നപ്പോ നമുക്ക് ബേസിക് അറിയാമെങ്കിൽ പോലും ഇവിടുത്തെ ഇപ്പോ ലെറ്റ്യൂസ് ആയിക്കോട്ടെ, ചീസുകളായിക്കോട്ടെ, എല്ലാം ഡിഫറെന്റ് ആയിരുന്നു ഇവിടെ. അപ്പൊ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളാണ് ഞാൻ ഇവിടുന്ന് പഠിക്കണത്. അപ്പൊ ഇപ്പൊ അത്ര വരണമെന്ന് നിർബന്ധമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ജോബ് ട്രെയിനിങ് എങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ അത് അത്ര ഉപകാരമായിരിക്കും നിങ്ങൾക്ക്. അറ്റ്ലീസ്റ്റ് 1 year എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടാക്കിയിട്ട് വരാൻ നോക്കുക. അപ്പൊ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായി ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അപ്പൊ സുല